GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. ഇത് ഒരു ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ആസെറ്റ് 30/6/2020. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ലെഡ്ജർ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ആദ്യം രണ്ട് സൈഡ് ഈക്വൽ ആക്കുന്നതിന് ക്യാരി ഡൗൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈക്വൽ ആക്കാനായിട്ട് ഉപയോഗിച്ച എമൗണ്ട് ബ്രോട്ട് ഡൗൺ ചെയ്യണം. അപ്പോൾ അക്കൗണ്ടിലെ ഏത് അക്കൗണ്ടിലെ രണ്ട് ബാലൻസ് ഉണ്ടോ, ഒന്ന് ഡെബിറ്റ് ബാലൻസും രണ്ട് ക്രെഡിറ്റ് ബാലൻസും. ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ ഡെബിറ്റ് ബാലൻസ് CD വേണം ഇവിടെ എടുക്കാനായിട്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിലും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്, ഡെബിറ്റ് ബാലൻസ് BD വേണം എടുക്കാനായിട്ട്. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. നമ്മൾ ഒരു ട്രയൽ ബാലൻസിൻ്റെ കോപ്പി എടുക്കുകയാണ്. നമ്മൾ ട്രയൽ ബാലൻസ് ആസെറ്റ് 30/6/2020. 30/6/2020 ഒരു ട്രയൽ ബാലൻസ് നമ്മൾ എടുക്കുകയാണ്. ഇതിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ട്രയൽ ബാലൻസ് ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു. അതായത് ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ബ്രോട്ട് ഡൗൺ ചെയ്ത ബാലൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അതെടുത്ത് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ചേർക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് നോക്കാം. ഇവിടെ പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്. അപ്പം ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസ് PD ഡെബിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഡെബിറ്റ് കോളത്തിലും, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് കോളത്തിലും കാണിക്കുന്നു. ഇതിൽ സാലറീസ് 540, റേറ്റ്സ് ആൻഡ് ഇൻഷുറൻസ് 250, ക്യാഷ് ഇൻ ഹാൻഡ് 48, പർച്ചേസസ് 8417. ഇവിടെ റെൻ്റ് റിസീവ്ഡ് അത് ഇൻകം ആണ്, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് 315. ഇങ്ങനെ നമ്മൾ ഓരോ ഐറ്റവും ഇങ്ങനെ എഴുതി അവസാനം നമ്മളിത് രണ്ടും കൂടെ കൂട്ടി നോക്കുന്നു. അപ്പം ഡെബിറ്റ് ബാലൻസ് 23,415 ഉണ്ട്, ക്രെഡിറ്റ് ബാലൻസ് 23,415 ഉണ്ട്. അപ്പോൾ ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ലെഡ്ജർ അക്കൗണ്ടിൻ്റെ കൃത്യമായി വന്നതുകൊണ്ട് നമ്മളിതിനെ അരിത്തമാറ്റിക്കലി ആക്യുറേറ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പ്രൊവൈഡ് ഫോർ വേജസ് ഡ്യൂ 68, സാലറീസ് ഡ്യൂ 75. എന്ന് പറഞ്ഞാൽ വേജസ് ഐറ്റത്തിൽ നമ്മളൊരു 68 രൂപ കൊടുക്കേണ്ടതാണ്, പക്ഷെ കൊടുത്തില്ല. അതുപോലെ തന്നെ സാലറി നമുക്കൊരു 75 രൂപയും കൂടി കൊടുക്കാനുണ്ട്. അത് നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്, ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഐറ്റം വന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടു എ ഡൊണാൾഡ് 25 രൂപ. അപ്പം എ ഡൊണാൾഡ് എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ കാണിക്കുന്നുണ്ട്. എ ഡൊണാൾഡ് നമ്മൾ ഇതുണ്ടോ, ലോൺ ടു എ ഡൊണാൾഡ് 320 രൂപയുണ്ട്. അപ്പോൾ ഈ 320 രൂപയ്ക്ക് നമുക്ക് പലിശ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകം ആണത്, അത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണമെന്നാണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5%. ഇവിടെ സൺട്രി ഡെറ്റേഴ്സ് എത്രയുണ്ടെന്ന് നമുക്കിവിടെ നോക്കിക്കോളൂ. ഇതുണ്ട്, ഇവിടെ 3800 ഉണ്ട്. അപ്പോൾ അതിൻ്റെ 5% നമ്മൾ അവർക്ക് ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പം നമുക്ക് നഷ്ടമാണ്, അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി 7.5%. അപ്പോൾ മെഷീനറി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് ഡിപ്രീസിയേഷൻ ഉണ്ട്. അത് നമ്മൾ 1200 മെഷീനറിയുടെ വില, പക്ഷെ അതിൻ്റെ 7.5% നമ്മൾ തേയ്മാനം കുറയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5890 ഉണ്ട്. അതിന് 5% ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി ക്ലോസിംഗ് ഡേറ്റിൽ നമ്മുടെ സ്റ്റോക്ക് 3620 ഉണ്ട്.
അപ്പം ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടെ കൂടി ചേർത്ത് വേണം നമ്മൾ പുതിയ ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാനായിട്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ള അടുത്ത ഇതിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഭാഗം ഇഷ്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. ഇനിയും നമ്മൾ ഒരു ഫൈനൽ അക്കൗണ്ട് കൂടി ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ട്രയൽ ബാലൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ട്രയൽ ബാലൻസിൽ നമ്മൾ എഴുതി വെക്കുന്നു, ആസെറ്റ് 31 ഡിസംബർ 2021. അതായത് ഡിസംബർ 31 2021 നമ്മൾ നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടുകളെല്ലാം ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്തു. അപ്പോൾ ക്ലോസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് BD എവിടെ ആണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാലൻസ് BD വരുന്നത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ആ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് കാണിക്കും ഇവിടം വരെ. ഇനി ബാലൻസ് BD ക്രെഡിറ്റ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ഇവിടെ വരും. അപ്പം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണിത്. ഇനി ഇതോടൊപ്പം തന്നെ അവസാനം കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് വേണം അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം ഇതൊന്ന് നോക്കിക്കോളുക. യെസ് ക്യാപിറ്റൽ അക്കൗണ്ട് 25,000, യെസ് ഡ്രോയിങ്സ് അക്കൗണ്ട് 2,800. അപ്പോൾ ബാലൻസ് BD ബ്രോഡ് ഡൗൺ ചെയ്ത ബാലൻസാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഇനി ഇങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ഇവിടം വരെ എഴുതിയിട്ടുണ്ട്. ഡെബിറ്റ് സൈഡെല്ലാം എഴുതിയിട്ടുണ്ട്, ക്രെഡിറ്റ് സൈഡും അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നു. ഇവിടെ ടോട്ടല് 2,12,300 ഡെബിറ്റ് ടോട്ടൽ, ക്രെഡിറ്റ് ടോട്ടൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ അക്കൗണ്ട് തുല്യമായി ഡെബിറ്റിന് തുല്യമായി ക്രെഡിറ്റ് ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അരിത്തമാറ്റിക്കലി ആക്യുറേറ്റ് എന്നാണ്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. സ്റ്റോക്ക് ഓൺ 31/12/2021 30,000 രൂപയുണ്ട്. ഇതേതായിരിക്കും? ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും. കാരണം ക്ലോസിംഗ് ഡേറ്റില്ല 31/12/2021. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് 400. അപ്പം വാടക കൊടുക്കാനുണ്ട് 400 രൂപ ഈ വർഷത്തെ. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 600 രൂപ, അതായത് ശമ്പളം 600 രൂപ കൊടുക്കാനുണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് ₹100 എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ചാർജ് നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചിലവായിട്ടില്ല. അപ്പോൾ നമ്മൾ 100 രൂപ കൂടുതൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ലീസ് റിട്ടേൺ ഓഫ് ബൈ 10%. ലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടത്തിനെടുത്തിരിക്കുന്നതാണ്. പാട്ടത്തിനെടുത്തിരിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് 5,000 രൂപയുടെ 10 വർഷത്തേന് ഉള്ള ഒരു ഗോഡൗൺ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് 5,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 10% നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 വർഷത്തേക്കിനാണ് നമ്മൾ 5,000 രൂപ എടുത്തേക്കുന്നത്. അപ്പോൾ അത് തുല്യമായിട്ട് വീതിക്കണം. അപ്പോൾ അതിൽ 10% എക്സ്പെൻസ് ആയിട്ട് കൂട്ടണം. ഇനി ഓഫീസ് ഫർണിച്ചർ 5% ഡിപ്രീസിയേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓഫീസ് ഫർണിച്ചർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ നോക്കി എടുത്തിട്ട് ഇതാണ് ഓഫീസ് ഫർണിച്ചർ 2,000 രൂപയാണ്. അതിൻ്റെ 5% ഡിപ്രീസിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും വ്യത്യാസമുള്ളത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് മാത്രമാണ് ഇവിടെയുള്ളത്. അതായത് 100 രൂപ നമ്മൾ മുൻപേർ കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസ് ചാർജ്. പിന്നെ ഇതിൽ നിന്ന് നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് വേണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണം, ബാലൻസ് ഷീറ്റും വേണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. ഇത് ട്രയൽ ബാലൻസിൻ്റെ വേറൊരു ഫോമാണ് നമുക്ക് തന്നിരുന്നത്. ആ ട്രയൽ ബാലൻസിലെ ഐറ്റംസ് എടുത്ത് വേണം നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നോക്കിക്കൊള്ളുക. ട്രയൽ ബാലൻസിൽ പറയുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000. നെക്സ്റ്റ് പർച്ചേസസ് 75,000 ഉണ്ട്. 75,000 ഉണ്ട്, ശരിയാണ്. ലെസ് റിട്ടേൺസ് ഔട്ട്വേർഡ്സ് 1,000. അതായത് നമ്മൾ വാങ്ങിയതിൽ 75,000 രൂപയുടെ വാങ്ങി 1,000 രൂപയുടെ തിരിച്ചു കൊടുത്തു.
ബാക്കി 74,000 ഉണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റോക്ക് നമ്മുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ക്യാരേജ് ഇൻവേർട്സ് 1,700 രൂപ നമ്മൾ കൂലി കൊടുത്തിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് 1,40,000 ലെസ് റിട്ടേൺസ് ഇൻവേർട്സ് 2,600, നെറ്റ് വാല്യൂ 1,37,400. അതായത് ഈ സെയിൽസിൽ 1,40,000 രൂപയുണ്ട്. അതിൽ റിട്ടേൺസ് ഉണ്ടെങ്കിൽ ഈ സെയിൽസ് ഇന്നർ കോളത്തിൽ കാണിച്ച് റിട്ടേൺസ് അതിൽ നിന്ന് കുറച്ച് വേണം നെറ്റ് വാല്യൂ ഔട്ടർ കോളത്തിൽ കാണിക്കാനായിട്ട്. പർച്ചേസിൻ്റെ കേസ് അങ്ങനെയാണ്. പർച്ചേസ് 75,000 ഉണ്ട്, റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് വേണം ഔട്ടർ കോളത്തിൽ കാണിക്കാനായിട്ട്. ഇനി രണ്ട് സൈഡും കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 66,700 രൂപ ലാഭമുണ്ട്. അതായത് വിറ്റ വിലയേക്കാൾ വാങ്ങിയ വില കുറവാണ്. അപ്പോൾ 66,700 രൂപ നമുക്ക് ലാഭമുണ്ട്. അത് ക്യാരി ഡൗൺ ചെയ്ത് രണ്ട് സൈഡും ഈക്വലായി എഴുതി വെച്ചു. എന്നിട്ട് ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. ബൈ ഗ്രോസ് പ്രോഫിറ്റ് BD 66,700. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിടുമ്പോഴാണ് ആരംഭിക്കുന്നത്. ടു സാലറീസ് ആൻഡ് വേജസ് 6,000 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പം നമ്മൾ 600 രൂപയും കൂടെ സാലറി കൊടുക്കാനുണ്ട്. അത് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ 6,600. റെൻ്റ് ആൻഡ് ടാക്സസ് 2,000 രൂപയുണ്ട്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 400 രൂപ. 400 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. അങ്ങനെ 2,400 ഉണ്ട്. ഇൻഷുറൻസ് 400 ഉണ്ട്. ലെസ് പ്രീപെയ്ഡ്, അതായത് നമ്മൾ മുൻപേ കൊടുത്തിട്ടുണ്ട്. 400 കൊടുത്തു, പക്ഷേ 300 ചിലവായുള്ളൂ. അപ്പോൾ ആ പ്രീപെയ്ഡ് നമ്മൾ ഇവിടെ കുറച്ച് കാണിക്കണം. അപ്പോൾ അതാണ് ലെസ് പ്രീപെയ്ഡ് എന്ന് എഴുതിയത്. 300. ഇനി 300 രൂപയെ കൊടുക്കാനുള്ളൂ. 300 രൂപ നമുക്ക് ചിലവായിട്ടുള്ളൂ. 100 രൂപ ബാക്കി ഉണ്ട്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നർ കോളത്തിൽ എഴുതി അതിൻ്റെ നെറ്റ് വാല്യൂ വേണം ഔട്ടർ കോളത്തിലേക്ക് കാണിക്കാനായിട്ട്. ഇനി ക്യാരിയേജ് ഔട്ട്വേഴ്സ് 2,900 ഉണ്ട്. ട്രേഡ് എക്സ്പെൻസസ് 600 ഉണ്ട്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 500 ഉണ്ട്. കമ്മീഷൻ ഉണ്ട് 1,500. ഇൻട്രസ്റ്റ് 1,800. ഇനി ഡിപ്രീസിയേഷൻ ഉണ്ട്. ലീസിന് 500, ലീസ് 10%, അത് 500 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട് അതിന്. ഇനി ഓഫീസ് ഫർണിച്ചർ 5%, 100 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട്. നെറ്റ് വാല്യൂ 600 രൂപ. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 66,700 ആണുള്ളത്. വേറെ വരവൊന്നുമില്ല. അപ്പം ഈ 66,700 നിന്ന് ഈ ചിലവുകളെല്ലാം കൂടി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 49,500 രൂപ ഉണ്ട്. ഈ 49,500 രൂപ നമ്മൾ നമ്മുടെ മൂലധനത്തിലേക്ക് കൂട്ടുകയാണ്. ഇത് ക്യാപിറ്റൽ 25,000 രൂപയാണ് നമുക്കുള്ളത്. ആ ക്യാപിറ്റലിലേക്ക് നമ്മൾ ഇത് കൂട്ടി എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് അടുത്ത വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ കയറി വന്നിരിക്കുന്ന കാര്യങ്ങൾ, ഈ ഇൻഷുറൻസ് പ്രീപെയ്ഡാണ്. മുൻപേ കൊടുത്തത് നമ്മുടെ സ്വത്താണ്. അത്രയും മനസ്സിലാക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ഇനി മറ്റൊരു ഐറ്റവുമായിട്ട് വീണ്ടും കാണാം. അതൊക്കെ എല്ലാവർക്കും സ്വാഗതം. GM കോമേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ജോർജ് മാത്യു, അക്കൗണ്ടിങ് പഠിക്കാം. ഇനി നമ്മൾ 31/12/2021 ഒരു ട്രയൽ ബാലൻസ് എടുത്തിരുന്നു. അപ്പോൾ ആ ബാലൻസിൽ നിന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഈ 2 ഐറ്റം പ്രിപ്പയർ ചെയ്തു. ഇനി ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പം ബാലൻസ് ഷീറ്റ് ആസെറ്റ് 31/12/2021. ബാലൻസ് ഷീറ്റിൽ സ്വത്തുക്കളും ഉണ്ട്, ബാധ്യതയുണ്ട്. ലയബിലിറ്റീസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്. സ്വത്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ക്യാഷ് ഇൻ ഹാൻഡ് 500 രൂപയുണ്ട്, നമ്മുടെ സ്വത്താണ്. ക്യാഷ് അറ്റ് ബാങ്ക് 10,000 ഉണ്ട്, അത് നമ്മുടെ സ്വത്താണ്. ഓഫീസ് ഫിക്സ്ചേഴ്സ്, അതായത് ഓഫീസിലെ ഉപകരണങ്ങൾ, ഫാന്, റേഡിയോ, കമ്പ്യൂട്ടർ, ഇനി ഫർണിച്ചർ, ഇതെല്ലാം ഓഫീസിലെ ഐറ്റംസാണ്. അപ്പോൾ അത് 2,000 രൂപയുടെ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ 100 രൂപ ഡിപ്രീസിയേഷൻ കുറച്ചു, ബാക്കി 1,900 ഉണ്ട്. ഇനി അടുത്തത് ബിൽസ് റിസീവബിൾ. നമ്മൾ ആൾക്കാർക്ക് കടം കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ടുണ്ട്, അതനുസരിച്ച് കിട്ടാനുള്ളത് 4,000 രൂപയുണ്ട്. ഇനി ഡെറ്റേഴ്സ് 65,000 ഉണ്ട്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പലർക്കായിട്ട് നമ്മൾ കടം കൊടുത്തിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ കൂട്ടിയാണ് 65,000 രൂപ. ഇതിനെ നമ്മളെ ഡെറ്റേഴ്സ് എന്നും വിളിക്കും, സൺട്രി ഡെറ്റേഴ്സ് എന്നും വിളിക്കും. സൺട്രി എന്ന് പറഞ്ഞാൽ പല വക ഡെറ്റേഴ്സ്. ഇനി ലീസ് നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടുണ്ട് 5,000 രൂപ. ആ പാട്ടത്തിന് നമ്മൾ എടുത്തതിൽ അതിൻ്റെ 10% നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പം 5,000ൻ്റെ 10% എന്ന് പറയുന്നത് 500 രൂപ വരും. ബാക്കി 4,500 ഉണ്ട്. അത് നമ്മുടെ സ്വത്താണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 30,000 രൂപയുണ്ട്. ഇനി ഇൻഷുറൻസ് അഡ്വാൻസ് കൊടുത്തത് 100 രൂപയുണ്ട്. ഇനി ത്രിവേദി ആൻഡ് കമ്പനിക്ക് നമ്മൾ ലോൺ കൊടുത്തിട്ടുണ്ട് 3,000 രൂപ. നമ്മൾ ലോൺ കൊടുത്തേക്കുന്നത് നമ്മുടെ അസറ്റാണ്. അപ്പം ഇത്രയാണ് അസറ്റ്സിൽ വരുന്നത്. ഇനി ബാധ്യതകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇനി ഡീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 25,000. അതിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി വെക്കണം. ഇനി നെറ്റ് പ്രോഫിറ്റ് 49,500 ഉണ്ട്. അത് കൂട്ടിയപ്പം 74,500 വന്നു. ഇനി അതിൽ നിന്നും ഡ്രോ ചെയ്തിട്ടുണ്ട്. ഡി ആണ് ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് 2,800 ഉണ്ട്. അത് കുറയ്ക്കണം നമ്മൾ. അപ്പോൾ ക്യാപിറ്റലോട് കൂടി ലാഭം തന്നടുത്ത ലാഭം കൂട്ടിയിട്ട് അതിൽ നിന്ന് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് നെറ്റ് വാല്യൂ ഔട്ടർ കോളത്തിൽ എഴുതിക്കുക. 71,700. ബിൽസ് പേയബിൾ, അതായത് നമ്മൾ പലർക്കായിട്ട് സാധനം വാങ്ങിയ ഐറ്റത്തിൽ നമ്മൾ കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റ് 6,300 ഉണ്ട്. അത് നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ ലയബിലിറ്റിയാണ്. ഇനി ക്രെഡിറ്റേഴ്സ്, നമ്മൾ കടം വാങ്ങിയിട്ട് കൊടുക്കാനുള്ളവരാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്നും സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നും പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ 40,000 രൂപ പലർക്കായിട്ട് നമ്മൾ കൊടുക്കാനുണ്ട്. സാധനം കടം മേടിച്ചതാണ്. ഇനി നമ്മൾ കൊടുക്കാനുള്ള ബാധ്യതകൾ കൊടുക്കാനുണ്ട്. അത് റെൻ്റ് 400, സാലറി 600 സമം 1,000 രൂപ. ഈ 1,000 ഇവിടെ എഴുതി വെച്ചു. ഇത്രയും നമ്മുടെ ലയബിലിറ്റി, ഇത്രയും നമ്മുടെ അസറ്റ്, അതായത് സ്വത്തുക്കളും ബാധ്യതകളും. അപ്പോൾ ഇത് 1,19,000 ഉണ്ട്, ഇത് 1,19,000 ഉണ്ട്. അപ്പം അസറ്റ്സും ലയബിലിറ്റീസും തുല്യമായിട്ട് വരുന്നു. ഇവിടെ പ്രത്യേകമായിട്ടുള്ളത് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉള്ളത് ക്യാപിറ്റലോട് കൂടി ആ വർഷത്തെ അറ്റാദായ വില നെറ്റ് പ്രോഫിറ്റ് കൂട്ടി ഡ്രോയിങ്സ് കുറച്ചു. ഇനി കൊടുക്കാനുള്ളത് നമ്മുടെ ലയബിലിറ്റിയാണ്. അത് ഒരു 400-600 ഉണ്ട്, അത് 1,000 ഉണ്ട്. അപ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ ട്രയൽ ബാലൻസിൻ്റെ 3 സെക്ഷനാണ് ഈ പഠിപ്പിച്ചത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.